നമസ്കാരം. ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. 10,000-കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ഒരു സർക്കാരിന്റെയും പാർട്ടിയുടെയും പിൻബലത്തോടെ നടത്തിയ സ്വർണ്ണക്കൊള്ള കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആലപ്പുഴ നഗരസഭ UDF കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികൾ പാർട്ടി ഓഫീസിൽ സ്വീകരിച്ച് അവർക്കിഷ്ടമുള്ള പരിഹാരം മാത്രം കാണുന്ന ആളുകളുടെ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കെടാവിളക്കിലേക്ക് ദീപം പകർന്നു. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രോജ്വലിപ്പിച്ചുകൊണ്ടാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് കാലേക്കൂട്ടി തന്നെ ക്ഷേത്രാങ്കണത്തിലും പരിസര പ്രദേശങ്ങളിലുമായി തടിച്ചുകൂടിയത്. നേരത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള വാഹന പാർക്കിങ്ങും മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഭാരവാഹികൾ നടത്തിയിരുന്നു. ന്യൂസ് ചാനൽ ന്യൂസ്, ആലപ്പുഴ. ആവശ്യമുള്ള സജ്ജനങ്ങൾ അവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എമർജൻസി സൗജന്യ ആരോഗ്യ സഹായ സേവനത്തിനായി ഒരു സർക്കാരിന്റെയും പാർട്ടിയുടെയും പിൻബലത്തോടെ നടത്തിയ സ്വർണ്ണക്കൊള്ള കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ആലപ്പുഴ നഗരസഭ UDF കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അയ്യപ്പൻ ഭക്തർ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അമ്പരന്ന് നിൽക്കുകയാണെന്നും ഒരു പാർട്ടിയുടെയും സർക്കാരിന്റെയും പിൻബലത്തോടെ ഇത്രയും വലിയ കൊള്ള കണ്ടതിലുള്ള അമ്പരപ്പാണ് ഏവർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത്രയും വലിയ ഒരു കൊള്ള ഒരു പാർട്ടിയുടെ പിൻബലത്തോടു കൂടി ഒരു ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടത്തി എന്നതിൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, അമ്പരന്ന് നിൽക്കുകയാണ് കേരളം. ശബരിമലയിലെ അയ്യപ്പന്റെ മുഴുവൻ കവർന്നെടുത്ത ഒരു ഭരണകൂടത്തിനെതിരായി അതിന് കുടപിടിച്ചു കൊടുത്ത പാർട്ടിക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗം ജനങ്ങളിലും നിൽക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC എല്ലാ സ്ഥാപനങ്ങളും തകർന്നു. രൂക്ഷമായ വിലക്കയറ്റമാണ്. ആർക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് കേരളം. സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി. 6 ലക്ഷം കോടിയായിരിക്കും പിണറായി വിജയൻ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിന്റെ ബാധ്യത. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്നു തരിപ്പണമായ ഒരു കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യതയാണ് UDF-ൽ ജനങ്ങൾ കാണുന്നത്. ആലപ്പുഴ നഗരസഭ UDF സ്ഥാനാർത്ഥി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർത്തു. രൂക്ഷമായ വിലക്കയറ്റം മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോൾ കേരളത്തിലുള്ളത്. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ബാധ്യതയെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു.
DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. A. ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, M. ലിജു, A. B. കുര്യാക്കോസ്, ഷാജി മോഹൻ, A. M. നസീർ, A. റസാഖ്, സുനിൽ ജോർജ്, റീഗോ രാജു, G. സഞ്ജീവ് ഭട്ട്, നാരായണൻകുട്ടി, A. കബീർ, G. ബൈജു എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പരാതികൾ പാർട്ടി ഓഫീസിൽ സ്വീകരിച്ച് അവർക്കിഷ്ടമുള്ള പരിഹാരം മാത്രം കാണുന്ന ആളുകളുടെ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. കേരളത്തിന്റെ മുന്നിൽ ഒരു പരാതി പോലും ഇല്ലാതെ കേരളത്തിലെ ഏത് ചെറുപ്പക്കാരും ആകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഈ പാർട്ടിയാണ് മാറ്റി നിർത്തിയത്. അതോടൊപ്പം ഒരു പരാതി പോലും ഇല്ലാതെ സസ്പെൻഡ് ചെയ്തതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അത് സമീപകാലത്ത് നമ്മൾ എവിടെയും ഇതുപോലെ ഒരു നടപടി കേട്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി DGPക്ക് കൈമാറി. കേരളത്തില് ഇത് പറയുമ്പോൾ, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കയ്യിൽ കിട്ടുന്ന പരാതിയെ പാർട്ടി കമ്മീഷൻ വെച്ച് പാർട്ടിയുടെ രീതികൾ വെച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്ന ആളുകളാണ് ഭരിക്കുന്ന CPM അടക്കമുള്ള പാർട്ടികൾ. അപ്പൊ അതുകൊണ്ട് KPCC പ്രസിഡന്റ് പരാതികൾ പാർട്ടി ഓഫീസിൽ സ്വീകരിച്ച് അവർക്കിഷ്ടമുള്ള പരിഹാരം മാത്രം കാണുന്ന ആളുകളുടെ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് AICC സെക്രട്ടറി കൂടിയായ ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ലാതെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഏത് യുവാക്കളും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. ആ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റി നിർത്തിയത് കോൺഗ്രസ് ആണെന്നും സമീപകാലത്ത് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ച പാർട്ടി വേറെയില്ല എന്നും ഷാനിമോൾ കൂട്ടിച്ചേർത്തു. LDF പട്ടയാൽകോട് കുടുംബയോഗം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ വില്ലേജ് സലാം കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. LDF വട്ടയാൻകോട് കുടുംബയോഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്നും ആ വികസന പ്രവർത്തനങ്ങളിൽ ആലപ്പുഴ നഗരസഭയുടെ പങ്ക് വളരെ വലുതായിരുന്നുവെന്നും MLA കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞത് മൊത്തമായി എവിടേക്ക്, ഞാൻ ഈ നഗരത്തിലേക്ക് മാത്രം നോക്ക്. നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പ്രതികരിക്കപ്പെട്ട ആളായിരുന്നു. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാരും കണക്കാണെന്ന ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞിട്ട് ഇത് ചെയ്തവനും ചെയ്യാത്തവരും ഒരുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവരും പിണറായി വിജയൻ ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? അവരുടെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നയാളും ഇപ്പോഴത്തെ വീണ ജോർജ് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ കാത്തിലാവ് ഇവിടെ ആരംഭിക്കുന്നതിന് പുറമെ ഈ വർഷം ഇപ്പോ കേരളത്തിൽ 2 മെഡിക്കൽ കോളേജിന് കൂടി പുതിയ കാത്തിലാബ് ആരംഭിച്ചു. വണ്ടാനത്ത് കാത്തിലാബ് ഉണ്ട്, അവിടെയാണ് ഞാൻ ഉൾപ്പെടെ ചികിത്സ തേടിയത്. ആ കാത്തിലാബ് ഉള്ള സ്ഥലത്ത് വീണ്ടും ഒരു കാത്തിലാബ് കൂടി ഇപ്പൊ അനുവദിച്ചു നമ്മുടെ ഗവൺമെന്റ്. രോഗികളെല്ലാം കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കിയാലും കാണാൻ പറ്റും. CPIM ലോക്കൽ കമ്മിറ്റി അംഗം PV ഉദയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി H. ഷാജഹാൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. വട്ടയാൻകോട് സ്ഥാനാർത്ഥി ക്ലാരമ പീറ്റർ, PP പവനൻ, എൽജിൻ റിച്ചാർഡ്, M. ഷെരീഫ് എന്നിവർ സംസാരിച്ചു. കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മോഷണമാണ്, കൊള്ളയാണ്, കളവാണ്, ഗൂഢാലോചനയാണ്, വിശ്വാസവഞ്ചനയാണ്. ആരെയാണോ അത് കാവൽ നടത്തുന്നതിന്, അത് അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തിയത്, കാവൽക്കാർ തന്നെ കള്ളന്മാരായ ചിത്രമാണ് ശബരിമലയിൽ. ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റ്മാര് ജയിൽ കിടക്കുകയാണ്. പത്മകുമാർ, വാസു. പത്മകുമാർ ആരാണ്? മുൻ MLA ആയിരുന്നു. ഇപ്പോഴും പാർട്ടിയുടെ CPM പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഹൈക്കോടതിയുടെ വ്യക്തമായ ആവർത്തിച്ചുള്ള ഇടപെടലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയമനവും ഇല്ലെങ്കിൽ ഈ കേസ് തേച്ചുമാച്ചു കളയപ്പെടുമായിരുന്നു. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയാണ്. കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമലയിൽ ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കവർച്ച വലിയ ഗൗരവമുള്ള വിഷയമാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണമാണ് ശബരിമലയിൽ നടത്തിയത്.
സ്വർണ്ണക്കവർച്ച മാത്രമല്ല ശബരിമലയിൽ നടത്തിയത്, മറിച്ച് വിശ്വാസികളോട് കടുത്ത വഞ്ചനയാണ് സർക്കാർ നടത്തിയതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ്, മുൻ MLA-മാരായ A ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് M ലിജു, MJ ജോബ്, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇലക്ഷൻ വന്നാൽ ഇടിയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷൻ വരുമ്പോഴെല്ലാം രാഷ്ട്രീയ പദവിനെ കേരളം ചോദിക്കും. ED കണ്ടില്ലല്ലോ. ED ഇലക്ഷൻ വന്നാൽ ED മരണ ഇപ്പതിൻ്റെ ഇതൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്. കാക്കയും വന്നു പലമ്പഴവും വീണെന്നോ, പഴഞ്ചൊല്ലാണത്. ഇലക്ഷൻ വന്നാൽ ഉടനെ തന്നെ ED വരും. ED വന്നാൽ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കും, പിന്നെ ED പോകും. 5 കൊല്ലം മുമ്പ് ഇതുപോലെ കേരളം തദ്ദേശ ഇലക്ഷൻ വന്നാൽ EDയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 കൊല്ലം മുമ്പ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയപ്പോഴും ED വന്നിരുന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ED വീണ്ടും വന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ED വന്നിരുന്നു. 2025 ഇതാ ED വീണ്ടും വരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ED വന്നു പോകുന്നതല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നും ഇപ്പോ EDയുടെ വരവും വെറുതെയുള്ള പോക്കും ഒരു തമാശ പോലെയായി എന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി B സോളമൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചു. 10,000-കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ഒരു സർക്കാരിന്റെയും പാർട്ടിയുടെയും പിൻബലത്തോടെ നടത്തിയ സ്വർണ്ണക്കൊള്ള കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലപ്പുഴ നഗരസഭ UDF കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികൾ പാർട്ടി ഓഫീസിൽ സ്വീകരിച്ച് അവർക്കിഷ്ടമുള്ള പരിഹാരം മാത്രം കാണുന്ന ആളുകളുടെ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.